ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ വിരമിച്ച് സ്വതന്ത്രമായൊരു പ്രഭാതത്തിലേക്ക്, മറ്റൊരു ഭാഗത്ത് ദിവ്യ എസ് അയ്യർ കൂടുതൽ അധികാര ചുമതലകളോടുകൂടി ഇപ്പോൾ വിഴിഞ്ഞം പോലെയൊരു സ്വപ്ന പദ്ധതിയുടെ MD ആയി നാളെ അത് കമ്മീഷനിങ് ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി വരുന്നു, അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് പോകുന്നു. വെൽക്കം ദിവ്യ എസ് അയ്യർ. എനിക്കൊപ്പം ശാരദാ മുരളീധരൻ മാം കൂടിയുണ്ട്. നമ്മൾ ഈ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുത്തണമെന്ന് ഞങ്ങളൊന്ന് ആഗ്രഹിച്ചത്, കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ഐക്കണുകളാണല്ലോ സിവിൽ സർവീസിൽ. അപ്പോൾ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ശാരദാ മാഡത്തിന്. ദിവ്യ എസ് അയ്യർക്ക് ശാരദാ മുരളീധരൻ മാഡത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? റിട്ടയർമെൻറ്റ് വളരെ ഫ്രീ ആയിട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശാരദാ മുരളീധരൻ മാമിനോട് എന്താ പറയാനുള്ളത് ദിവ്യ എസ് അയ്യർക്ക്? നമുക്കൊപ്പം ഉണ്ട് ശാരദാ മുരളീധരൻ മാം. ഞാൻ മാഡത്തിൻ്റെ ഫെയർവെല്ലിലും പറഞ്ഞ കാര്യം അത് തന്നെയായിരുന്നു. ഒരു പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഐക്കൺ കൂടിയാണ് ശാരദാ മാഡം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പഠിച്ച സ്കൂളിലെ അലുമിനസാണ്. ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിൽ നിന്നാണ് ശാരദാ മാഡവും പഠിച്ചിറങ്ങിയത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ശക്തയായ വനിതകൾ കേരളത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു, ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള പേര് ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ തന്നെ വലിയൊരു ആകാംക്ഷയോടുകൂടിയാണ് മാഡത്തിൻ്റെ പേര് കേട്ടിട്ടുള്ളതും ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതും ഒക്കെ. അപ്പോൾ അവിടെ നിന്നും ഇന്ന് മാഡത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കുറേ അധികം കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ സൗഭാഗ്യമാണ്. അതിലേറെ ഒരുപാട് ഗുണപാഠങ്ങൾ മാഡത്തിൽ നിന്നും പഠിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാഡം ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഇത്രയും കാലവും മാഡത്തിൻ്റെ തീർച്ചയായിട്ടും ഒരു പ്രയാണമായിരുന്നു, ഒരു യാത്രയായിരുന്നു, ഈ ജനജീവിതങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഇത്രയും കാലം എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയും തുടരും. സർവീസിൻ്റെ പരിവേഷം ഇല്ലാതെ തന്നെ അത് നമ്മുടെ സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും ആ സംഭാവനകൾ തുടർന്നും ലഭിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ ശാരദാ മുരളീധരൻ മാം, ദിവ്യ എസ് അയ്യർ ഒരുപാട് ശക്തമായ നിലപാടുകളൊക്കെ എടുക്കുകയും വളരെ പുഞ്ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെയൊക്കെ നേരിടാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. ചില സമയത്തൊക്കെ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ വേട്ടയാടലൊക്കെ വരുന്ന സമയത്ത് അപ്പോഴൊക്കെ ദിവ്യയൊക്കെ വിളിക്കുമായിരുന്നു. നിങ്ങളുടെ ഒരു സർവീസ് ഇൻസൈഡ് സ്റ്റോറി എങ്ങനെയാണ്? ഈ സമയത്തൊരു ഒരു പിന്തുണയും ഒരു ചേർന്ന് നിൽക്കലുമൊക്കെ ദിവ്യയ്ക്ക് കൊടുക്കുമായിരുന്നു ശാരദാ മുരളീധരൻ മാം? ദിവ്യക്ക് എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. ദിവ്യ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ദിവ്യയുടെ സോഷ്യൽ മീഡിയ സ്പേസ് എന്ന് പറയുന്നത് ഒരു വളരെ പേഴ്സണലായിട്ട് ദിവ്യ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, സംസാരിക്കുന്നത് തോന്നുന്നുമില്ല. ഓക്കെ താങ്ക് യു. അപ്പോൾ ശാരദാ മാം ഗംഭീരമാവട്ടെ ഇനിയുള്ള തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്കുകൾ.